സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിസ്തൃതി വർദ്ധിച്ചു. ഇറാഖും ഇറാനും ഈജിപ്തും ഉൾപ്പെടെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. ശ്രദ്ധേയമായ പടയോട്ടമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അക്സ മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. മുസ്ലിങ്ങളുടെ കയ്യിൽ ആദ്യമായി ബൈത്തുൽ മുഖദ്ദസ് ആവുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കീഴടക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു. പിന്നീട് ആ കരാർ ഒപ്പുവെക്കാനും താക്കോല് വാങ്ങാനും നിങ്ങളുടെ ഖലീഫ തന്നെ വരണമെന്ന അഭ്യർത്ഥന പ്രകാരം, പാട്രിയാർക്കീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്ന ചരിത്രം അത്ഭുതപ്പെടുത്തുന്നതാണ്. വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരുന്ന പാട്രിയാർക്കീസും റോമൻ ഭരണാധികാരികളും അവിടുത്തെ ക്രിസ്ത്യാനികളും വലിയൊരു ചക്രവർത്തിയെ ആരവങ്ങളോടുകൂടി സ്വീകരിക്കുന്നതിന് കാത്തിരുന്നപ്പോ കടന്നു വന്നത് ഒരു ഭൃത്യന്റെ കൂടെ സാധാരണ വേഷത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷം അവിടെ നമസ്കാരത്തിന്റെ സമയത്ത് പുറത്ത് നമസ്കരിച്ചതും അവിടെ പള്ളി പണിതതും ഒക്കെ ഇപ്പോഴും ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ മസ്ജിദുൽ അക്സയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അന്ന് ചർച്ച നടത്തിയ ചർച്ചും പിന്നീട് പണിത പള്ളിയും ഒക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ മസ്ജിദുൽ അക്സ, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിൽ ആദ്യമായി കടന്നു വന്ന ചരിത്രം എപ്പോഴും ഓർക്കാറുണ്ട്. ഏതായാലും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഒരിക്കൽ കൂഫയിൽ പോയി തിരിച്ചു വരികയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കുടിലിന്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന വൃദ്ധ ഇപ്രകാരം ശപിക്കുകയുണ്ടായി: ഉമർ നശിക്കട്ടെ, ഖലീഫ നശിക്കട്ടെ. ഇതെന്ത് കഥ? എന്തിനാണ് ആ വൃദ്ധ തൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? സംശയാലുവായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങി ആ വൃദ്ധയോട് കാരണമാരാഞ്ഞു. തൻ്റെ മുമ്പിൽ വന്നത് വെറുതെ വഴിപോക്കൻ മാത്രമാണെന്ന ധാരണയിൽ കിഴവി പറഞ്ഞു: ഉമർ ഖലീഫയായതിനു ശേഷം ഒരു മണി ധാന്യം എനിക്ക് കിട്ടിയിട്ടില്ല. പാവം ഖലീഫ, അദ്ദേഹം ഇതൊന്നും അറിയുന്നുണ്ടാവുകയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കുന്നത്? ഉമറിന്റെ ചോദ്യം കേട്ട് വൃദ്ധ തട്ടിക്കയറി. പിന്നെ എന്തിനാണ് അയാൾ ഖലീഫയായത്? ഖലീഫയാകുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയേണ്ടതല്ലേ? വൃദ്ധയുടെ വാക്കുകൾ കേട്ട് ഉമറിന്റെ ഉള്ളം നീറി. അദ്ദേഹം പശ്ചാത്താപ വിവശനായി. കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ആ കവിളിലൂടെ പ്രവഹിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ ശരിയെന്ന് തോന്നിയാൽ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയും അതനുസരിച്ച് തൻ്റെ അഭിപ്രായങ്ങൾ ഭേദഗതി ചെയ്യുകയും ചെയ്യൽ പതിവായിരുന്നു. മഹറിന് പരിധി നിശ്ചയിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തെ വിലക്കിയത്. സന്തോഷപൂർവ്വം ആ വിലക്ക് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഗ്രാമങ്ങൾ തോറും ജനങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി ചുറ്റി സഞ്ചരിക്കാറുള്ള ഖലീഫക്ക് ഒരിക്കലുണ്ടായ അനുഭവം ചിന്താർഹമായിരുന്നു. ഒരു കുടിലിന്റെ സമീപത്തെത്തിയ അദ്ദേഹം ഒരു വാഗ്വാദം കേൾക്കാൻ ഇടയായി. ഉമ്മയും മകളും തമ്മിലുള്ള വാക്ക് തർക്കമാണ് ഖലീഫ കേട്ടത്. ഉമ്മ: മകളെ, ആ പാലിലെല്ലാം വെള്ളം ചേർത്ത് ശരിയാക്കി വെക്കുക, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. മകൾ: ഉമ്മ എന്താണ് ഈ പറയുന്നത്? പാലിൽ വെള്ളം ചേർക്കുന്നത് കുറ്റകരമാണെന്ന് ഖലീഫ അറിയിച്ചിട്ടില്ലേ? ഉമ്മ: ഖലീഫക്ക് നീ പാലിൽ വെള്ളം ചേർക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കലാണോ ജോലി? നീ വെള്ളം ചേർത്താൽ അതൊരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല. മകൾ: മനുഷ്യരുടെ കണ്ണുകളെ നമുക്ക് മൂടിവെക്കാൻ കഴിഞ്ഞേക്കും, എന്നാൽ നമ്മുടെ ചെയ്തികൾ മുഴുവനും കാണുന്ന റബ്ബ് ഉണ്ടെന്ന കാര്യം ഉമ്മ എന്താണ് ഓർക്കാത്തത്? കറകളഞ്ഞ ഈമാനിൽ പൊതിഞ്ഞ ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരളിൽ തേന്മഴ വർഷിച്ചു. തൻ്റെ ജനത മോശക്കാരല്ല, അവർ സത്യസന്ധരാണ്. തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഉമ്മമാരെ നിയന്ത്രിക്കാൻ മാത്രം വളർന്ന മക്കൾ. പിന്നെ താൻ എന്തിന് ആശങ്കാകുലനാകണം? ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങി. അധികം താമസിച്ചില്ല. സത്യസന്ധതയുടെ നിറകുടമായ
ആ പെൺകൊടിയെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. മറ്റൊരവസരത്തിൽ ആട്ടിടനായ ഒരു ബാലൻ സത്യസന്ധതയും ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് അനുഭവപ്പെട്ടു. ഖലീഫ നടന്നു പോകുമ്പോൾ ആട്ടിൻ പറ്റത്തെയും മേച്ചുകൊണ്ട് ഇടയ ബാലൻ എതിരിൽ വരികയായിരുന്നു. ഇതിൽ നിന്നും ഒരാടിനെ എനിക്ക് തരുമോ? തക്കതായ വില തരാം, ഖലീഫ ചോദിച്ചു. തൻ്റെ യജമാനനെ വഞ്ചിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഇടയ ബാലൻ പ്രതിവചിച്ചു. കണക്കില്ലാത്ത ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാൽ നിന്റെ യജമാനൻ എങ്ങനെ അറിയാനാണ്? എല്ലാം കാണുന്ന രാജാതിരാജനായ അള്ളാഹുവിൻ്റെ കണ്ണുവെട്ടിക്കാൻ ആർക്ക് കഴിയും? ഇടയ ബാലന്റെ മറുപടി കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇടയ ബാലനെ പ്രശംസിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വിജയങ്ങളുടെ കാലമായിരുന്നു. ഇറാൻ, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ മുസ്ലിം ഭരണത്തിന് കീഴിലായി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിസ്തൃതിയിലും ശക്തിയിലും ആഭ്യന്തര ഭദ്രതയിലും അന്നുവരെ ലോകം കണ്ട ഏറ്റവും വലിയ ഭരണകൂടം അദ്ദേഹം കെട്ടിപ്പടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഏറ്റവും ശ്രദ്ധേയമായ വിജയമാണ് ഫലസ്തീൻ കീഴടക്കൽ. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആദ്യമായി ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നത്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമായിരുന്നു അതിന്റെ നേതൃത്വം നൽകിയിരുന്നത്. ഹിജ്റ 15 AD 637 ഷവ്വാൽ മാസത്തിൽ ഖുദ്സിലെത്തിയ മുസ്ലിം സൈന്യം ഖുദ്സിന്റെ മണ്ണിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവരുതെന്ന ലക്ഷ്യത്തോടെ നഗരം ഉപരോധിക്കാനാണ് തീരുമാനിച്ചത്. 6 മാസത്തോളം നീണ്ട ഉപരോധത്തിനൊടുവിൽ ഹിജ്റ 16 റബിയുൽ അവ്വലിൽ മുസ്ലിം ഭരണത്തിന് ജിസിയ നൽകാമെന്ന് സംബന്ധിച്ച് റോമൻ സൈന്യം കീഴടങ്ങി. അതിന്റെ ഭാഗമായി കൈമാറ്റ കരാറിൽ ഒപ്പുവെക്കാനും പട്ടണത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങാനും ഖലീഫ തന്നെ നേരിട്ട് വരണമെന്ന് അവർ നിബന്ധന വെച്ചു. സൈന്യാധിപനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വിവരം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. കൂടെ ഉണ്ടായിരുന്നവരോടെല്ലാം അഭിപ്രായം ആരാഞ്ഞ ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ ഖുദ്സിന്റെ മണ്ണിലേക്ക് പുറപ്പെട്ടു. ആരവങ്ങളോ ഉപചാരങ്ങളോ ഇല്ലാതെ തൻ്റെ ഏക സേവകനൊപ്പം 2 പേരും ഒട്ടകം മാറി മാറി ഉപയോഗിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക ഭരണത്തിന്റെ അധിപനെ കണ്ട റോമൻ ചക്രവർത്തിമാരും ഫലസ്തീനിലെ ക്രിസ്ത്യാനികളും അത്ഭുതപ്പെട്ടു പോയി. ഫലസ്തീനിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും അവരുടെ മതചിഹ്നങ്ങൾക്കും എല്ലാം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പു നൽകുന്ന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ താക്കോലുകൾ ഏറ്റുവാങ്ങി. യേശു ക്രിസ്തുവിനെ ജൂതന്മാർ കുരിശിലേറ്റിയതും പിന്നീട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്ന അവർക്കേറെ പവിത്രമായ ഈ കാണുന്ന ചർച്ച് ഓഫ് ഹോളി സെബൽച്ചറിൽ വെച്ചാണ് റോമൻ പാട്രിയാർക്കുമായി ഉമർ റളിയല്ലാഹു അൻഹു ചർച്ച നടത്തിയതും ആ കരാറിൽ ഒപ്പുവെച്ചതും. അതോടെ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും ഔദ്യോഗികമായി മുസ്ലിങ്ങളുടെ കൈകളിലായി. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബി പ്രമുഖരെല്ലാം ഇതിന് സാക്ഷികളാവുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ കരാറിന്റെ മാതൃകാ കോപ്പി ഇന്നും ഇവിടെ ഇതാ നമുക്ക് കാണാം. ഈ കരാറിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗം ഖുദ്സിന്റെ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അവരുടെ ബാധ്യതകൾ എന്തെല്ലാമാണോ അത് തന്നെയായിരിക്കും നിങ്ങളുടെയും ബാധ്യതകൾ. ജിസിയ നൽകി എല്ലാവിധ അവകാശങ്ങളോടെയും മുസ്ലിം ഭരണത്തിന് കീഴിൽ ഖുദ്സിൽ താമസിക്കാൻ ഉള്ള അനുവാദം അവിടുത്തെ ജൂതന്മാർക്കും അദ്ദേഹം വകവെച്ചു കൊടുത്തു. ശേഷം ചർച്ച് സന്ദർശനത്തിനിടയിൽ നമസ്കാരത്തിന് സമയമായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന റോമൻ പാട്രിയാർക്കിയസുമായി എവിടെയാണ് നമസ്കരിക്കുക എന്ന് അദ്ദേഹം അന്വേഷിച്ചു. ഇവിടെ ചർച്ചിൽ തന്നെ നമസ്കരിച്ചോളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഉമർ ഒരിക്കലെങ്കിലും ഈ ചർച്ചിൽ നമസ്കരിക്കില്ല, കാരണം അത്
ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ശേഷം വരുന്ന മുസ്ലിങ്ങൾ അതിന് അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ചർച്ചിന്റെ പുറത്ത് കടന്ന് അല്പം ദൂരെ തൻ്റെ മേൽമുണ്ട് വിരിച്ചാണ് അദ്ദേഹം നമസ്കാരം നിർവഹിച്ചത്. അദ്ദേഹം നമസ്കരിച്ച സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിച്ചു. മസ്ജിദ് ഉമർ എന്നറിയപ്പെടുന്ന ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയാണ് ഈ കാണുന്നത്. ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ മിക്കപ്പോഴും ഞാനും സംഘവും ഇവിടെ സന്ദർശിക്കാറുണ്ട്. കാലം ഒരുപാട് കടന്നുപോയി. ഭരണം ഏറ്റെടുത്ത് 10 വർഷവും 6 മാസവും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: വാർദ്ധക്യം എന്നെ ബാധിച്ചു. ക്ഷീണവും തളർച്ചയും കൊണ്ട് അവശനായി. എൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ലാഞ്ചനയുണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ നാളുകൾ പൂർത്തിയായിരുന്നെങ്കിൽ. മരണത്തിൻ്റെ പല ലക്ഷണങ്ങളും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഒരു പൂവൻ കോഴി തന്നെ 2 പ്രാവശ്യം കൊത്തിയതായി അദ്ദേഹം കിനാവ് കണ്ടു. ഏതോ ഒരുത്തൻ ഖലീഫയെ അസഭ്യങ്ങൾ വിളിച്ച് ആക്ഷേപിക്കുകയും മറ്റൊരിക്കൽ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിക്കുകയും ചെയ്തു. തൻ്റെ അന്ത്യഘട്ടം ആസന്നമായിരിക്കുന്നുവെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നി തുടങ്ങി. പക്ഷേ അദ്ദേഹം അല്പം പോലും ഭീരുവായില്ല. മരിച്ചു ചെന്നാൽ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയും? തൻ്റെ ഭരണം നീതിപൂർവമായിരുന്നോ? ഇതൊക്കെയായിരുന്നു ആ മഹാനുഭാവന്റെ ചിന്ത. പതിവ് പോലെ അന്നും അദ്ദേഹം സുബഹി നമസ്കാരത്തിനായി പള്ളിയിലെത്തി. അംഗസ്നാനം ചെയ്ത് ജനങ്ങളുടെ സ്വഫുകൾ ശരിയാക്കി നമസ്കാരത്തിന് നിന്നു. അബൂ ലുഅ്ലുഅത്ത് എന്ന പാസിയും മജൂസിയുമായ അടിമ ഇരുതലയുള്ള കത്തി തുണിയിൽ പൊതിഞ്ഞ് മറഞ്ഞു നിൽക്കുന്നത് ഖലീഫ കണ്ടില്ല. നിസ്കാരം തുടങ്ങി. അക്രമി ഖലീഫയെ ആ കത്തി കൊണ്ട് ഒരുപാട് കുത്തി. അടിവയറ്റിനേറ്റ കുത്തുകാരണം അദ്ദേഹത്തിൻ്റെ കുടൽമാല പുറത്തു ചാടി. വർണ്ണനാതീതമായ ഒരു രംഗമാണ് പിന്നീട് അവിടെ നടന്നത്. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. ആ സന്ദർഭം മുതലെടുത്ത് ഓടിപ്പോകാൻ നോക്കിയ ഘാതകന്റെ പിറകെ ചില സ്വഹാബികൾ ഓടി. അവൻ കത്തി വീശി. കുറേ ആളുകൾ പരിക്കേറ്റ് വീണു. എങ്കിലും അവനെ പിടികൂടാൻ കഴിഞ്ഞു. വധശ്രമത്തിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കരുതെന്ന് കരുതി അയാൾ കത്തി സ്വന്തം മാറിടത്തിൽ താഴ്ത്തി. അങ്ങനെ ആ നീചൻ അന്ത്യം കണ്ടു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു തരത്തിൽ നിസ്കാരം പൂർത്തിയാക്കി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ കൂടിയിരുന്നവർ ചുമന്ന് വീട്ടിലെത്തിച്ചു. കണ്ടവരും കേട്ടവരുമെല്ലാം അങ്ങോട്ടോടി. കണ്ണുനീരിൻ്റെ പ്രവാഹം. ബോധം വന്ന ഖലീഫ കരയരുത് കരയരുത് എന്ന് പല ആവർത്തി പറഞ്ഞെങ്കിലും ആർക്കും നിയന്ത്രിക്കാൻ ആയില്ല. കൂടെ നിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ ജീവനിൽ ജീവനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സങ്കടങ്ങളുമായി ചെല്ലാൻ പറ്റിയ അഭയ കേന്ദ്രം ഇതാ മൃതപായനായി കിടക്കുന്നു. അവർ അങ്ങനെ കരയാതിരിക്കും. അവരുടെ മനസ്സിൽ ഖലീഫയുടെ ധീരത മുറ്റുന്ന 1000 സ്മരണകൾ ഉണർന്നു വരികയായിരുന്നു. മോഹാലസ്യത്തിൽ നിന്നുണർന്ന ഖലീഫ തനിക്ക് പറയാനുണ്ടായിരുന്ന വസിയത്തുകളെല്ലാം എണ്ണിപ്പെറുക്കിയ വാചകങ്ങളിലൂടെ പറഞ്ഞൊപ്പിച്ചു. ആ മഹാചക്രവർത്തി മരിക്കാനടുത്തപ്പോഴായിരുന്ന സമ്പാദ്യം വലിയൊരു സംഖ്യയുടെ കടമായിരുന്നു. അദ്ദേഹം മകനെ വിളിച്ച് തൻ്റെ സ്വത്ത് വിറ്റ് കടങ്ങൾ വീട്ടാൻ വസിയത്ത് ചെയ്തു. അതുകൊണ്ട് കടം വീടുന്നില്ലെങ്കിൽ സ്വന്തം ഗോത്രക്കാരായ ബനു അദിയുകാരോട് വാങ്ങിക്കൊടുക്കാനും, അതുകൊണ്ടും കടം ബാക്കിയാകുന്നില്ലെങ്കിൽ ഖുറൈശികളോട് വാങ്ങിക്കൊടുക്കാനും വസിയത്ത് ചെയ്തു. തൻ്റെ ശേഷം ഭരണാധികാരി ആരായിരിക്കണം? അവശനായി കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത ആ വഴിക്കായിരുന്നു. സ്വന്തം മകനെ അതിനിടയിൽ ആരോ നിർദ്ദേശിച്ചു. അത് കേട്ട് ഖലീഫ രോഷാകുലനായി. ഭരണം ഒരു കുടുംബത്തിൻ്റെ കുത്തകയാകുകയോ? അതായിരുന്നു ഖലീഫയുടെ ചോദ്യം. അവസാനം അദ്ദേഹം തന്നെ പോംവഴി പറഞ്ഞു. പ്രഗത്ഭമതികളായ 6 പേരുടെ നാമങ്ങൾ നിർദ്ദേശിച്ചു. അവർ മുഷാവറ ചെയ്ത് തങ്ങളിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക. അതായിരുന്നു നിർദ്ദേശം. ബഹുമാന്യരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ്, സുബൈർ ഇബ്നുൽ അവ്വാം, ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹും എന്നിവരായിരുന്നു 6 പേർ. അവരിൽ നിന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് ഖലീഫയായി തെരഞ്ഞെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചാരെ അന്ത്യവിശ്രമം കൊള്ളാനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൊതിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അധീനതയിലുള്ള ആ സ്ഥലത്ത് ഖബറിടത്തിന് അദ്ദേഹം ആദ്യം തന്നെ അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം മാറിയിരിക്കുമോ? അതറിഞ്ഞ് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം അവിടെ മറവ് ചെയ്യാൻ വസിയത്ത് ചെയ്തു. നിമിഷങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പുല്ല് കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ ഈ പുൽക്കൊടിയായിരുന്നെങ്കിൽ, ഉമറിനെ ഉമ്മ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ,
ഉമറിനെ പടക്കപ്പെട്ടായില്ലായിരുന്നുവെങ്കിൽ 24 മണിക്കൂറും ഇലാഹിനെ മാത്രം ഓർമ്മിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ജനങ്ങളിൽ നീതി മാത്രം ചെയ്ത് മരിക്കാനെടുത്ത ആ മഹാത്മാവ് പരലോകത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്താണ് ഇപ്രകാരം വിലപിച്ചത്. ദൈനംദിനം 100 കുറ്റങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് വഞ്ചനയും നെറികേടും ജീവിതത്തിൽ പകർത്തിയ നമ്മൾ അപ്പോൾ എത്ര ഭയപ്പെടണം. അങ്ങനെ ആ ദീപം പൊലിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി. ഹിജ്റ 23 ദുൽഹജ്ജ് മാസം 21 തൻ്റെ 63-ാമത്തെ വയസ്സിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സമീപം അദ്ദേഹത്തെ കബറടക്കി. ആ ധന്യ ജീവിതത്തിൻ്റെ സ്മരണ ഇന്നും നമ്മെ ആവേശം കൊള്ളിക്കുന്നു. നീതിയുടെ ഉദാത്തമായ മാതൃക അന്ത്യനാൾ വരെയും പ്രകീർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും അല്ലാത്തതുമായ നിരവധി ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. എനിക്കറിയാം, വളരെ കുറച്ച് ആളുകളെ ഈ ചരിത്രങ്ങളൊക്കെ കാണുകയുള്ളൂ. ആർക്കും അതിന് അങ്ങനെ ചരിത്രം ഇഷ്ടപ്പെടുന്നവരല്ല കൂടുതൽ ആളുകൾ. പിന്നെ ഈ ചരിത്രമൊക്കെ എത്രയോ തവണ നിങ്ങൾ കേട്ടതും അറിഞ്ഞതുമാണ്. പിന്നെ ഞാൻ എന്തിനീ വീഡിയോ ചെയ്യുന്നു എന്നാൽ ആരെങ്കിലുമൊക്കെ കാണട്ടെ. രണ്ടാമത്തത്, പിന്നെ എൻ്റേതായ ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവട്ടെ. എൻ്റെ ശേഷവും അത് നിലനിൽക്കുമെങ്കിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അവർ കാണട്ടെ എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിൻ്റെ മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.